ഓ ഗോഡ്, യു അഗൈൻ? വീണ്ടും നിങ്ങളോ? അതെ, കാക്കു കം അഗെയിൻ. അപ്പോൾ അയാനെക്കുട്ടി ടി വിയിൽ നോക്കിയിരിക്കൊണ്ട് ഇപ്പച്ചി വന്നത് ഇവിടെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കണ്ടപ്പോഴുള്ള ആ ഒരു ഹാപ്പിനെസ്സാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾക്ക് വാപ്പാരി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ഇത് പൊന്നാരം കൂടുതലാണ് അറിയില്ലേ. അങ്ങനെ ഇതാ വന്നപ്പോൾ ഇപ്പം അവിടെ നിൽക്ക്, ആദ്യം എന്താ കൊടു നിൽക്കണമെന്ന് നോക്കട്ടെ എന്നുള്ളിലേക്ക് കവറിലൊക്കെ വാങ്ങിയിട്ട് ആളിവിടെ മുണുങ്ങലടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി കണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കാക്കു അവിടുന്ന് വന്നപ്പോൾ കാക്കുവിൻ്റെ കമ്പനിയിൽ നിന്ന് കുറച്ച് നമുക്ക് നമ്മൾ നോമ്പിൻ്റെ കിറ്റ് അറിയും, അത് കിട്ടിയിട്ടുണ്ടാകുന്നു കേട്ടോ. അത് കിറ്റല്ല ചാക്കാണെന്ന് എനിക്കും അറിയാം, പക്ഷെ നമ്മൾ പറച്ചിൽ അങ്ങനെ പറയാം, നോമ്പിൻ്റെ കിറ്റ് ഇട്ടുക എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിലെന്താ നോക്കിയിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാകില്ല. അപ്പോൾ ഞാനത് അപ്പം തന്നെ എടുത്തുങ്ങാണ്ട് നിങ്ങൾ മാറിന്നാണ് ഞാൻ അതൊന്ന് പൊട്ടിച്ചോക്കട്ടെ പറഞ്ഞിട്ട് അത് മുഴുവൻ പൊട്ടിച്ചിങ്ങാണ്ട് അതിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പഞ്ചസാര, റവ, സേമിയ, ഈത്തപ്പഴം, അരിപ്പൊടി, ചായപ്പൊടി, പിന്നെ ഇപ്പോൾ മറ്റേ ഇപ്പോൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി അതുകളൊക്കെ ഉണ്ടല്ലോ, അതുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കി അതൊക്കെ അപ്പം തന്നെ അങ്ങോട്ട് കൈയോടെ ചൂടോടെ എടുത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും എനിക്ക് തന്നെ ഞാൻ തന്നെ എടുത്തേക്കണ്ടേ, കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തേക്കാന്ന് വെച്ചിട്ട് വേറെ ആരും അതിന് വരില്ലല്ലോ. അപ്പോൾ അതൊക്കെ അപ്പം തന്നെ ഞാൻ പാത്രങ്ങളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചായപ്പൊടി ഞാൻ ഇടുക്കിണീക്കും അല്ലാത്തേക്കും ഒക്കെ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. കിട്ടിയ ദാറ്റ് ഈസ് മൈ അവസ്ഥ കേട്ടോ. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കെട്ടിക്കണമെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ എന്തായാലും അതൊക്കെ കെട്ടയച്ച് പാത്രത്തിലേക്ക് ആക്കിങ്ങാണ്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കൊടുത്തിട്ടുണ്ടാകുന്നു കേട്ടോ. അപ്പോൾ മുന്തിരിയൊക്കെ കഴുകിയിട്ട് ഇതാ ഞാൻ ബോക്സിലാക്കി. പിന്നെ അതുപോലെ തന്നെ ഓറഞ്ച്, പൈനാപ്പിൾ, ബത്തക്ക, നമ്മുടെ വാട്ടർമെലൺ, അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തുങ്ങാണ്ട് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തുങ്ങാണ്ട് ഒക്കെ ബോക്സിലാക്കി വെച്ച് പിന്നെ നോൽമ്പിന് വലിയ പണിയില്ലല്ലോ, എടുത്ത് പാത്രത്തിലാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അത് എഴുതിയിട്ടുണ്ട്. ആദ്യം ഞാൻ ഈ വത്തക്ക മുറിച്ചപ്പോൾ പഠിച്ചവനെ ചോദിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചു. പിന്നെയാണ് ഞാൻ ആലോചിച്ച് കണ്ടത് ഇത് മഞ്ഞ വത്തക്കയാണ് എന്നുള്ളത് കേട്ടോ. അതൊക്കെ കട്ട് ചെയ്തുങ്ങാണ്ട് പാത്രത്തിലാക്കിങ്ങാണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ബോക്സ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ആർക്കെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മുകളിൽ കൊടുക്കുക. അതുപോലെ തന്നെ ആ കട്ടിംഗ് ബോർഡ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല അടിപൊളിയാണ്, അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജിലേക്കുള്ളതൊക്കെ ആയപ്പോൾ ഞാൻ പിന്നെ ഡോർ അടച്ചിങ്ങാണ്ട് അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ച്